നമ്മൾ ഈ ഒരു വെബിനാറിൽ നമുക്ക് ഇനി വരാനുള്ള സെഷൻ നമ്മൾ പാനൽ ഡിസ്കഷൻ എന്ന നമ്മുടെ ഫീഡ്ബാക്ക് ഫോമിലും മറ്റും ഒരുപാട് ഹാഫിളുകളുമായി നാം സംസാരിക്കുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ അവർ കൂടുതലായി പറയുന്നത് അവരുടെ ഹിഫ്ള് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരുടെ മുറാജ എങ്ങനെ വ്യവസ്ഥാപിതമായി നടത്താം എന്നുള്ള ഒരുപാട് പ്രയാസങ്ങൾ പലരും പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വിഷയത്തിൽ നമുക്ക് അതിന്റെ പല വശങ്ങളും എല്ലാ മാർഗങ്ങളും നമ്മൾ ഇൻഷാല്ല ഈ ഒരു പാനൽ ഡിസ്കഷനിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഇൻഷാല്ല. അതിനുശേഷം അത്തഹ്സീൻ ഖുർആൻ അക്കാദമി ഹാഫിളുകൾക്കായി മുറാജ ചെയ്യാൻ താല്പര്യമുള്ള ഹാഫിളുകൾക്കായി നടത്തുന്ന ഒരു പരിപാടിയാണ് അത്തഅഹുദ് എന്ന ഒരു കോഴ്സ്. ഹാഫിളുകൾക്ക് മാത്രം വ്യവസ്ഥാപിതമായി മുറാജ ചെയ്യാനുള്ള ഒരു കോഴ്സാണ്. അതിന്റെ ഒരു വിശകലനം, എന്താണ് ആ കോഴ്സ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു സെഷൻ ഈ ഒരു പാനൽ ഡിസ്കഷന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതെല്ലാം ചോദിക്കാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരുപാട് സംശയങ്ങൾ പല ആളുകളും ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ മുറാജ ചെയ്യാതെ ഖുർആനെ അതിന്റെ ഗൗരവം നൽകാതെ പല തവണ ഞാൻ നടന്നുപോയി, ഇനി എങ്ങനെയാണ് അത് തിരിച്ചെടുക്കാൻ പറ്റുക, അത് വീണ്ടെടുക്കൽ എനിക്ക് സാധ്യമാണോ എന്നുള്ള ഒരു പരിഭവം പല ഹാഫിളുകൾക്കുമുണ്ട്. പല ആളുകളും പറയുന്നത്, ഞാൻ കാലങ്ങളായി ഖുർആനെ ശ്രദ്ധിക്കുന്നേയില്ല, ഇനി അതിലേക്ക് തിരിച്ചു വരാൻ കേൾക്കുന്നുണ്ടല്ലോ, അതിലേക്ക് എങ്ങനെ തിരിച്ചു വരാൻ കഴിയും, മുമ്പ് പഠിച്ച ആ ഒരു അത്രയും ക്ലിയർ ആയ രീതിയിൽ എങ്ങനെ ഖുർആൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന വിഷയങ്ങളെല്ലാമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളായി വന്നിട്ടുള്ളത് നമുക്ക് ഉസ്താദ് സക്കരിയ മദീനി മുമ്പ് നമുക്ക് ക്ലാസ് എടുത്ത, അതുപോലെ തന്നെ ഷെയ്ഖ് ഉസാമ മദീനി, അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ, അതിനുശേഷം ഖുർആനിന്റെ മേഖലയിൽ ഒരുപാട് പഠിപ്പിക്കുകയും ഖുർആന്റെ വിഷയത്തിൽ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ്. നിലവിൽ അദ്ദേഹം മദീനയിൽ ലീഗൽ അഡ്വൈസറായി ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാനൽ ഡിസ്കഷനിൽ അടുത്തൊരു പാനലിസ്റ്റ് ആയിട്ടുള്ളത് ഉസ്താദ് അമീൻ മദീനിയാണ്. അദ്ദേഹം അതുപോലെ തന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആണ്. ഖുർആന്റെ ഈ ഒരു നമ്മുടെ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഖുർആന്റെ മേഖലയിൽ യാത്ര ചെയ്യുകയും ഏതെല്ലാം തരത്തിൽ ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല രീതികൾ എന്തെല്ലാം ആണെന്ന് ധാരാളമായി റിസർച്ചുകൾ നടത്തുകയും ചെയ്ത ആളുകളാണ്. പല യാത്രകളും ചെയ്ത് പല പണ്ഡിതന്മാരെയും പല ഹിഫ്ള് കോളേജുകളും പോയി അവിടെ പോയി എല്ലാം അവരുടെ സിസ്റ്റങ്ങളും അവിടുത്തെ രീതികളെല്ലാം വിശകലനം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മുറാജ ചെയ്യാം, എങ്ങനെ ഹിഫ്ളാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ആ ഒരു വിഷയത്തിൽ ധാരാളം കഴിവ് നേടിയ ആളുകളാണ് നമുക്ക് പാനലിസ്റ്റുകളായി കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മൾ കടക്കാൻ പോകുന്ന ചർച്ച, എങ്ങനെ ഖുർആൻ വീണ്ടെടുക്കാം, അഥവാ മറന്നുപോയ ആളുകൾ ഉണ്ടാകും, അവർക്കെല്ലാം ഇത് വീണ്ടെടുക്കൽ സാധ്യമാണോ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മോട് ഉസാമ മദീനയിലേക്ക് നമുക്ക് പോകാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് താങ്കളുടെ കാഴ്ചപ്പാട്? അസ്സലാമു അലൈക്കും. നമ്മുടെ ഗസ്റ്റുകൾ ഇൻഷാ അല്ലാഹ് ഒന്ന് വീഡിയോ ഓൺ ആക്കിയ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ കേൾക്കുന്നത്.
ചെറിയ ടെക്നിക്കൽ എററാണ്. ഇൻഷാല്ലാ അതെ കേറിയിട്ടുണ്ട്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഓണൊക്കെ കഴിയുന്നില്ല, ഒന്ന് നിങ്ങളെ ഭാഗത്ത്. ഒരു മിനിറ്റ്. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വസല്ലമ തസ്ലീമൻ കസീറ. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, ഹാഫിദുമാരെ, ഹാഫിദത്തുകളായ സഹോദരിമാരെ, വളരെ അനിവാര്യമായ ഒരു ഇടപെടലാണ് ഇവിടെ ഈ ഒരു വെബിനാറിലൂടെ നമ്മുടെ സഹോദരന്മാർ നടത്തിയിട്ടുള്ളത്. കാരണം വലിയൊരു വിഭാഗം സഹോദരന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയും അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ തഹ്സീൻ അക്കാഡമി നടത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ പലരും, ഞാനടക്കം, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. അതായത് ഖുർആൻ പഠിച്ചു, എന്നാൽ പേരിനു മാത്രം ഹാഫിദ് എന്ന ഒരു നാമകരണം, എന്നാൽ ഒരു പേജ് തെറ്റുകൂടാതെ ഓതാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മളിൽ പലരിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് പരിഹാരം തേടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ പലരും പല സാഹചര്യങ്ങളിലായിരിക്കും, പലരും ഹിഫ്ള് അധ്യാപകന്മാരായിരിക്കും, ചിലർ മറ്റ് ജീവിത തിരക്കുകളിൽ അകപ്പെട്ടു പോയതായിരിക്കും. അങ്ങനെ നമ്മൾ മറന്നുപോയാൽ ഖുർആൻ വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം തിരിച്ചെടുക്കാൻ കഴിയും എന്നതാണ്. പക്ഷെ അതിൻ്റെ ശരിയായ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നിശ്ചയമായും തിരിച്ചെടുക്കാൻ കഴിയും. നമുക്ക് ഉദാഹരണങ്ങളായി സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പറ്റി അവർ തന്നെ പറഞ്ഞത് കാണാൻ കഴിയും. എന്താണ് ഇമാം ബുഖാരി പറഞ്ഞത്? ഇന്നമാ طلب أصحاب رسول الله صلى الله عليه وسلم العلم كبارا. അവർ മുതിർന്നവരായിരിക്കുകയാണ് അവരെന്ത് ചെയ്തത്? നബിയുടെ സഹാബത്ത് ഇൽമ നേടിയത്. അതുകൊണ്ട് ജീവിതം, അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്, അതിൽ നമ്മൾക്ക് ഖുർആൻ പഠിക്കാൻ, തിരിച്ചെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതിൻ്റെ ആ ഒരു അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. മറന്നുപോയ ഒരവസ്ഥയ്ക്ക് ശേഷം ഖുർആൻ പിന്നെയും ആദ്യം മുതൽ എങ്ങനെയാണോ പഠിച്ചത് അപ്രകാരം പഠിച്ചു തുടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മനസ്സിലാക്കലാണ് പ്രധാനം. പലരും ഹിഫ്ദ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ മറന്നുപോയിട്ടുണ്ടെന്ന് അവരെന്ത് ചെയ്യില്ല, റിയലൈസ് ചെയ്യാൻ, അവരത് മനസ്സിലാക്കാൻ അവർക്ക് സമയമെടുക്കും. എന്നാൽ ഞാൻ മറന്നുപോയി, ഇനി ഞാൻ പുതിയതുപോലെ പഠിക്കണം. അതാണ് അതിൻ്റെ പരിഹാരം. ആദ്യം പോലെ, പഠിക്കാത്തതുപോലെ പുതിയതായി നമ്മൾ പഠിച്ചു തുടങ്ങുക, അതിൻ്റെ ശരിയായ രീതികൾ സ്വീകരിക്കുക എന്നതാണ്. അപ്പോ അതിൻ്റെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം ചെയ്യണം, ഡയഗ്നോസ് ചെയ്യണം. നമ്മൾ മുഴുവനായിട്ട് മറന്നതാണോ, അതല്ല നമ്മുടെ തലയിൽ, നമ്മളുടെ ഓർമ്മയിൽ ഹിഫ്ദ് ബാക്കിയുണ്ട്, പക്ഷേ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പല തെറ്റുകളും പലയിടങ്ങളിലായി വരുന്നുണ്ടോ, ഇനി അതല്ല ഓതാൻ കഴിയുന്നുണ്ട്, ഓരോ പേജ് കൂടുമ്പോഴാണ് ഓരോ തെറ്റ് വരുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ ഈ രോഗത്തിനുള്ള ചികിത്സ നമ്മൾ പറയേണ്ടത്. നമ്മൾ തീരെ മറന്നു പോയതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഓരോ പേജ് വെച്ചുകൊണ്ട് ആദ്യം മുതൽ തന്നെ, നാസ് മുതൽ തന്നെ നമ്മൾക്ക് ഓതിയെടുക്കാൻ കഴിയും, പഠിച്ചെടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഏത് ഭാഗത്തുനിന്നും ആകട്ടെ. ഇപ്പൊ ചിലവർക്ക് 15 ജുസ് ഓർമ്മ ഉണ്ടാകും, പക്ഷെ കഹ്ഫ് മുതൽ താഴേക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലർക്ക് നേരെ മറിച്ചായിരിക്കും. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് നിർണ്ണയിക്കേണ്ടത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീരെ ഓർമ്മയില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു, ഇപ്പോ കുറെ വന്നൊരു ചോദ്യമാണ്. ഇടക്ക് നിങ്ങളെ സംസാരം കുറച്ച് ക്ഷമിക്കണം. കുറെ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മൾ പലപ്പോഴും സൂറത്തുൽ ബഖറ ആ ഭാഗം ഓർമ്മ ഉണ്ടാവും, സൂറത്തുൽ നാസിന്റെ ഭാഗം ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഇടയ്ക്ക് വെച്ച് തീരെ ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് പലപ്പോഴും ഇങ്ങനെ മുറാജഅ ചെയ്യുന്നത് ആഗ്രഹം ഉണ്ടാവുകയും അത് തുടങ്ങുകയും ചെയ്യും. ഒന്നുകിൽ അഹദു തർഫൈൻ എന്നാണ്, ഒന്നുകിൽ ബഖറ മുതൽ തുടങ്ങും അല്ലെങ്കിൽ നാസ് മുതൽ തുടങ്ങും. അതിനൊരു പരിഹാരം കൂടി നിർദ്ദേശിച്ചാൽ നന്നാവും തോന്നുന്നു. അസ്സലാമു അതായത് പിന്നെ നമ്മൾ മുറാജ ഓർമ്മ നിൽക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ മുറാജ ചെയ്യണോണ്ടാണല്ലോ. നമ്മുടെ തലയിൽ ഇപ്പോ ഓർമ്മയിൽ ബക്കറ ആ ഭാഗം നിൽക്കാൻ കാരണം മുറാജ ചെയ്യണോണ്ടാണ്. അപ്പോൾ ചിലർക്ക് പിന്നെ 10 ജുസ് ഓർമ്മ ഉണ്ട്, എന്നാൽ താഴെയുള്ള 20 ജുസ് ഓർമ്മയില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 10 ജുസിനെ റിവിഷൻ ആയിട്ട് കാണും, മുറാജ ആയിട്ട്. നാട്ടിലെന്താ ജുസ് പാടാൻ, അല്ലെങ്കിൽ എന്താണ് നാട്ടിൽ അതിന് പറയുക? അതെ, പഴയ പാഠം. പഴയ പാഠം ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ കാണാം. എന്നാൽ ബാക്കി 20 ജുസിന് എന്ത് ചെയ്യുക, പുതിയ പാഠമായിട്ട് കാണാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ ആ ഭാഗത്തെ നിലനിർത്തി എന്നാൽ പുതിയതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യും. ഇതില് എനിക്ക് തോന്നുന്നു ഏറ്റവും മർമ്മമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. അതൊരു തവണ അത് പറഞ്ഞതും ഓർമ്മയുണ്ട്. അതായത് തെക്രാറാണ് ഇതിന്റെ വിഷയം. നമ്മൾ നിരന്തരമായി പഠിച്ചെടുക്കുകയാണ് ഇതിന്റെ മർമ്മം. 3 കാര്യങ്ങളാണ് നമ്മുടെ ഏത് ഹിഫ്ദ് സംവിധാനത്തിലും, നമ്മുടെ സ്വന്തമായ സംവിധാനങ്ങളിലും, അതല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഒന്ന്, പുതിയ പാഠം. അതിനോടൊപ്പം ജുസ് പാഠം, നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിച്ചെടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, ഇന്നലെ അത് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ പഠിച്ചെടുത്ത ഭാഗം, അത് നമ്മൾ ആ ഒരു ദിവസങ്ങൾ കൂടുന്തോറും നമ്മുടെ ഹിഫ്ദിനെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. ചിലരൊക്കെ കഴിഞ്ഞ 30 ദിവസങ്ങളിൽ പഠിച്ചെടുത്ത ഭാഗം ദിവസേന ഓതും. അപ്പോൾ രണ്ടാമത്തേത് ജുസ് പാഠം, മൂന്നാമത്തേത് പഴയ പാഠം. അതിനെ നമ്മൾ കൃത്യമായി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ഹിഫ്ദിനെ വീണ്ടെടുക്കാൻ കഴിയും എന്നതാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ സമയം അതിനുവേണ്ടി ക്രമീകരിക്കുക, അതിന് മുൻഗണന നൽകുക. ഇപ്പോൾ പിന്നെ നമ്മുടെ നമസ്കാരങ്ങൾ തന്നെ 5 നമസ്കാരങ്ങളുണ്ട്. ആ നമസ്കാരങ്ങളുടെ മുന്നോടിയായി അല്ല അതിന് ശേഷമോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലോ ഒരു 10 മിനിറ്റ് നമ്മൾ നൽകിയാൽ, ഒരു 2 പേജ് ഓതിയാൽ എത്രയായി? ഒരു ദിവസം ഒരു ജുസ് ഓതി കഴിഞ്ഞു നമ്മൾ. അല്ലെങ്കിൽ 10 പേജ് അല്ലെങ്കിൽ 5 പേജ് ആയി കഴിഞ്ഞാൽ ഹിഫ്ദ് കഴിഞ്ഞ ഒരാൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു 2 പേജ് ഓതാൻ ഒരു 3 മിനിറ്റ് ഒക്കെ മതിയാവൂലേ ശരിക്കും? ഒരു പേജ്. അപ്പൊ അത് ശരിക്കും ആ ഒരു ടൈം നമ്മൾ ക്രമീകരിച്ചാൽ തന്നെ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെയെങ്കിലും തിരക്ക് പിടിച്ചവർക്ക് എന്ത് ചെയ്യാം, ഓരോ നിസ്കാര ശേഷം 5 പേജ് ഓതി കഴിഞ്ഞാൽ എത്രയായി? 25 പേജായി. അപ്പോൾ ഒരു ജുസ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും, കഴിയും. സമയമില്ല എന്നതിനുള്ള ഒരു പരിഹാരമാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു പിന്നെ ചർച്ചകളിലേക്ക് നമ്മുടെ പാനലിസ്റ്റുകളും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വീണ്ടെടുക്കുമ്പോൾ നമ്മള് പ്രത്യേകമായിട്ട് നമ്മള് എന്തൊക്കെയാണ് ഇതുണ്ടല്ലോ, ഒരു തുടക്കത്തിൽ ഭയങ്കര ഒരു ആവേശം ഉണ്ടാവും, പിന്നെ അത് ചോർന്നു പോകുന്ന ഒരവസ്ഥ. അപ്പൊ അത് എങ്ങനെ നമ്മളൊരു വ്യവസ്ഥാപിതമായിട്ട് അതിന്റെ ഒരു ശൈലി എങ്ങനെയാണ് കാണേണ്ടത്, ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ? അതിന് പിന്നെ നമ്മളൊരു സമയം വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അല്ലെങ്കിൽ ഒരു സംരംഭത്തിൽ ചേരുക. ഇപ്പോൾ ഇതുപോലെ തഹ്സീന് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫിസിക്കലായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഉസ്താദുമായുള്ളൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു സഹോദരനായിട്ടൊരു നിശ്ചിതമായ എല്ലാ ദിവസവും നമ്മൾ 1 മണിക്കൂർ ഇരിക്കാം എന്ന നമ്മൾ സമയം കൊടുത്താൽ അത് നടക്കുള്ളൂ. അല്ലാതെ എല്ലാ തിരക്കിൻ്റെ കൂടി എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് കൊടുത്താൽ നടക്കുന്ന സംഭവമല്ല. നമ്മുടെ ഖുർആനിനെ നമ്മൾ മുഴുവനായി നൽകിയാലേ ഖുർആൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് മഗ്‌രിബുള്ള ടൈം ഖലാസ് അതിൻ്റെ മുറാജഅക്കുള്ള ടൈമാണ്, ഖുർആനിലെ ടൈമാണ്. ഫജ്റിന് ശേഷമുള്ള ടൈം ഇതിനുള്ള ടൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിശ്ചിത സമയം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതെന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മൾക്കതിനെ ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ ഹിഫ്ദ് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. കാരണം 400 ചില്ലാനം പേജാണ്. സാധാരണ ഒരാളോട് പറയാണ് എനിക്ക് 400 ചില്ലാൻ അല്ലെങ്കിൽ 600 ചില്ലാൻ പേജ് പിന്നെ ഹിഫ്ദ് പിന്നെ ആക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആരും പറയും കഴിയില്ല എന്ന്. കാരണം അത്രമാത്രം വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പിന്നെ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഒരാളോട് ഒരു ദിവസം 5 മിനിറ്റോ 10 മിനിറ്റോ കൊടുത്താൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ
ഖുർആനിനെ നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ അതിന് സമയം കൊടുക്കണം. അതിനെ നമുക്ക് ഇങ്ങനെ നിശ്ചയിച്ച് വെക്കാനും കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മള് ഇൻഷാല്ലാ അതില് ഈ മുറാജ നിലനിർത്തുന്നത് ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമ്മൾ മുറാജയിലേക്ക് കടന്നു, നമ്മളൊരു സമയം വെച്ചു, അങ്ങനെ നമ്മൾ എന്തായി അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ വെച്ചു, ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കയറി. അങ്ങനെ നമ്മൾ ഒരു മുറാജയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ നിലനിർത്തുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര പേജ് ഓതണം? അതുപോലെ ഇതിപ്പോ ചില ആളുകൾ ഉണ്ടാവും, പലരും പറയുന്നതാണ്, നമ്മളെ ഫീഡ്ബാക്ക് ഫോമിലൊക്കെ വന്നതാണ്, 10 തവണ ഓതിയാല് അതാണ് നമ്മളെ മുറാജ നമ്മൾ ചെയ്യേണ്ടത്. ചില ആളുകൾ പറയും ഒരു 20 തവണ 50 തവണ ചെയ്യണം എന്ന രീതിയിലെല്ലാം സംസാരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പൊ നമ്മളെ ഉസ്താദ് അമീൻ മദീന് എങ്ങനെയാണ് അതിന്റെ ഒരു എണ്ണം നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ അതുപോലെ ആ ഒരു വിഷയം ഒന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. ഇവിടെ മുറാജക്ക് പിന്നെ എത്ര പേജാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകേണ്ടത്, അതിന്റെ എണ്ണത്തിന്റെ ഒരു വിഷയത്തിലാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് പേജസ് പിന്നെ എല്ലാവർക്കും ഒരുപോലെ പറയാന്നുള്ളത് സാധ്യമല്ല. ഓരോരുത്തരും എത്രത്തോളം പഠിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ഹിഫ്ദിന്റെ ഖുവ്വത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒക്കെ അതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മളൊരു ഇവിടെ എനിക്ക് തോന്നുന്നത് ഹിഫ്ദ് കഴിഞ്ഞ കുട്ടികളല്ലേ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് കംപ്ലീറ്റ്ലി മുറാജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഹിഫ്ദ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാ ഒരു ഹാഫിദ് ശരിക്കും ഒരു 3 ജുസ് ശരിക്കും ഡെയിലി റിവൈസ് ചെയ്യണം. അപ്പോഴാണ് അത് നമുക്ക് ശരിക്കും നിലനിൽക്കുക. ഇനിയിപ്പോൾ അതിന് സാധിക്കുന്നില്ല, വലിയ തിരക്കുകളിലൂടെയാണ് ജീവിതം പോകുന്നതെങ്കിൽ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും നമ്മൾ എന്തായാലും റിവിഷൻ നടത്തിയിരിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഈ ഹിഫ്ദ് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ, ഉദാഹരണത്തിന് ഒരാൾ ഇപ്പോൾ ഈ അടുത്ത് ഹിഫ്ദ് കഴിഞ്ഞതാണെങ്കിൽ ആ ഒരു സമയം വളരെ ക്രൂഷ്യലാണ്. ആ ഒരു 2-3 കൊല്ലം നിങ്ങൾ എന്തായാലും റിവിഷൻ ചെയ്തിരിക്കണം. പലപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, പലരും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേർന്നിട്ട് എന്നിട്ട് അതിൻ്റെ അവസാന വർഷത്ത് സ്ഥാപനത്തിലെ പഠനം കഴിയാനാകുമ്പോഴാവും അവൻ്റെ ഒരു ഹിഫ്ദ് കഴിയുക. സ്കൂളും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് അവൻ ഹിഫ്ദ് കഴിഞ്ഞ് പിന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്തിയാൽ പിന്നെ റിവിഷൻ്റെ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കരുത്. റിവിഷൻ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുസ്ബാഹ് അക്കാഡമിയിലൊക്കെ നമ്മൾ അധ്യാപകർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ, റിവിഷൻ ഒരു കുട്ടി, നമുക്ക് ന്യൂ റിവിഷനും ഓൾഡ് റിവിഷനും ഉണ്ട്. ഒരു ദിവസം ഒരു കുട്ടി കൃത്യമായി റിവിഷൻ ഓതിയാൽ മാത്രമേ അവനെ കൊണ്ട് ഹിഫ്ദ് ഓദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അവൻ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ റിവിഷൻ അവന് കൃത്യമായി ഓതണം. അതിനുശേഷം മാത്രമേ ഹിഫ്ദിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ്. റിവിഷൻ അർഹിക്കുന്ന ഒരു സംഗതി കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു വിഷയം, അതായത് പൊതുവെ ഈ ഒരു പ്രായത്തില് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഹിഫ്ദ് പഠിക്കുമ്പോൾ 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് ആ റേഞ്ചിലാണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അതായത് ഹിഫ്ദിന് പ്രാധാന്യം കൊടുക്കുക, മുഹാഫിദിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അത് പൊതുവെ എനിക്ക് രക്ഷിതാക്കളുടെ ഒരു പ്രഷർ ആ വിഷയത്തിൽ കുട്ടികൾക്ക് നല്ലോണം ഉണ്ട്. അതായത് ഒരു ചോദിക്കുക എത്ര പഠിച്ചു, ഈ മാസം എത്രയാണ് പുതിയത് പഠിച്ചത്, പക്ഷെ മുറാജയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ബോധരാകുന്ന ഒരു അവസ്ഥയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയത്തിൽ നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ രക്ഷിതാക്കൾ ശരിക്കും പറഞ്ഞാലേ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം, അധ്യാപകരും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളൊക്കെ അറിയുമ്പോൾ അവർക്ക് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർത്തിട്ട് പാരന്റ്സിന്റെ മുമ്പിൽ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതായിരിക്കും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രാധാന്യം അത്ര ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായമായിട്ടുണ്ടാവില്ല. അപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കളാണ് ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത്. മുറാജയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇതിന്റെ ഈ അവസ്ഥകളൊക്കെ നമ്മൾ പലരും കണ്ടതാണ്. ഇങ്ങനെ പഠിച്ച് ഒരു വർഷമൊക്കെ സ്കൂൾ ഒഴിവാക്കിയിട്ട് 5 ദിവസം പഠിക്കും, പിന്നെ അതിൻ്റെ യാതൊരു അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആവരുത്. നമ്മൾ കൂടുതൽ മുറാജയിൽ ഫോക്കസ് ചെയ്യണം. അതിന്റെ പ്രാധാന്യം രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കുട്ടികളും യുവാക്കളും ഇതിപ്പോ പൊതുവെ വലിയ കാലമായിട്ടുണ്ടാവില്ലേ ഹിഫ്ദ് കഴിഞ്ഞിട്ട്, അവർക്ക് ചിലപ്പോ വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് അവർക്ക് എന്താണ് അതിൽ പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്?
ഇവിടെ ഉസാം ഉസ്താദ് നേരത്തെ വിശദീകരിച്ചെന്ന് തോന്നുന്നു. അതായത് പിന്നെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഗതിയല്ല. ഐ മീൻ സാധിക്കുന്ന ഒരു സംഗതിയാണത്. അതായത് നമ്മൾ ഒരിക്കലും അതിൽ ഇനി സാധിക്കില്ല എന്ന് വിചാരിച്ച് പെസിമിസ്റ്റിക് ആവേണ്ട സംഗതിയല്ല. മറിച്ച് ഇത് നമ്മൾ അതിന് കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് സാധിക്കും. ഒന്നാമത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം ആദ്യം. പിന്നെ എനിക്ക് ഈ ഭാഗം ഞാൻ പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് മുറാജ പോലെ തന്നെ ഓർമ്മ ഉണ്ടാവണം എന്ന് വിചാരിച്ച് മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്, പ്രഷർ ചെയ്യരുത്. നമുക്കറിയില്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, എനിക്ക് അറിയില്ല എന്നുള്ള മനസ്സിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് ഹിഫ്ദ് പോലെ തന്നെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നീട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പ് പഠിച്ചതിന് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പഠനം പിന്നീട് എളുപ്പമാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ ഇതിലപ്പുറം അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ് ഇതിനൊക്കെ. പിന്നെ മുകളിൽ എന്റെ സൗണ്ട് കേൾക്കണ്ട? ക്ലിയർ ആണ്, സൗണ്ട് ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. വാദം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനൊക്കെ മുകളിൽ അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അപ്പൊ ആ തൗഫീഖിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്ത ഒരു സംഗതിയും ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. പിന്നെ ഈ പല സന്ദർഭം നമ്മൾ പലരിലും കാണുന്നതാണ്. പല തവണ ഖുറാൻ എടുക്കും, പക്ഷെ എന്തോ ഒരു ഖുറാനോട് ഒരു അടുപ്പം നമുക്കൊരു വരുന്നില്ല, ഒരു സ്നേഹം, അതിനോട് ഒരു ആത്മബന്ധം നമുക്ക് എത്ര പരിശ്രമിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങോട്ട് എത്തണില്ല. പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്, പല തവണ നമ്മൾ ഖുറാൻ എടുത്തു നോക്കുന്നു, പല ക്ലാസ്സുകൾ കേൾക്കുന്നു, എങ്ങനെ മുറാജ ചെയ്യാന്ന് കേൾക്കുന്നു, പക്ഷെ എന്തുകൊണ്ടോ അതിനോടൊരു സ്നേഹബന്ധം, ഒരു ആത്മബന്ധം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രയാസം പല ആളുകൾക്കുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? നമ്മളെ ഉസ്താദ് സഹൽ മദീനി ഒന്ന് ശരിയായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം. പ്രിയപ്പെട്ടവരെ, പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതുവരെ നമ്മൾ കേട്ട് നിന്ന് നമ്മളൊക്കെ ഭൂരിപക്ഷം നമ്മൾ കൂട്ടത്തിൽ ഹാഫിദുകളായിരിക്കും അല്ലേ? നേരത്തെ തുടക്കത്തിൽ സക്കരിയ ഉസ്താദ് സൂചിപ്പിച്ച ഒരു വാക്ക്, ഒരു തൗഫീഖ് എന്നുള്ള വാക്ക്, അത് ചില്ലറ വാക്കല്ല. അഥവാ ഇപ്പൊ ഈ ഖുർആൻ എന്നുള്ള ഈ അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ കലാം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഹാഫിദ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹാഫിദ് എന്നുള്ള പേര്, നമ്മളെ പേരിന്റെ ഒപ്പരം ഈ ഹാഫിദ് എന്നുള്ളത് വന്നു. പക്ഷെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഗിഫ്റ്റ് തന്നു. അതിന് എത്രത്തോളം നമ്മളത് നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്നു, എത്രത്തോളം അതിനോട് നമ്മൾ നീതി പുലർത്തുന്നു എന്നുള്ള ഒരു വിഷയമാണ് അവിടെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെ റിവിഷൻ ചെയ്യണം, എപ്പോൾ റിവിഷൻ ചെയ്യണം, ഏറ്റവും നല്ല സമയം ഏതാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടാണ് നമുക്ക് ഹിഫ്ള് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ, അല്ലേ? പക്ഷേ എവിടെയാണ് പ്രശ്നം? സമയമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറന്നതാണോ? ശരിയന്നെ, മറക്കൽ എന്നുള്ളത് ഫിത്രയിൽ മനുഷ്യന്മാരെ ഒരു ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഒരു ആത്മബന്ധം ഉണ്ടാക്കുക ഖുർആനുമായിട്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും തആഹദുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഹാഫിദുകളായിട്ടുള്ള നമ്മളോടും. എത്ര ജുസ് ഹിഫ്ള് ഉണ്ട്, ഒരു ജുസ് ആണെങ്കിൽ രണ്ട്, എത്രത്തോളം നമ്മൾ ഹിഫ്ള് ഉണ്ടോ അത്രത്തോളം നമ്മൾ ഉത്തരവാദിത്തം കൂടുകയാണ്. നമുക്ക് പിന്നെ അഭിമാനമാണ്, അതേ സമയത്ത് എന്താണ്, നമുക്ക് ഉത്തരവാദിത്തം കൂടിയാണ്. ഒരു ജുസ് ആണെങ്കിൽ ഒരു ജുസിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. 30 ജുസ് ആവുമ്പോൾ 30 ജുസ് പഠിച്ചോ നമ്മളോട് ചോദിക്കും. എന്നാലോ അതേ സമയത്ത് 30 ജുസ് ഉള്ളവൻ ഒരു ജുസ് ഉള്ളവന്റെ പോലല്ല. ഒരു ജുസ് ഉള്ളവൻ ഇഖ്റ വർതഖി വറത്തിൽ, ഓരോ പദവികളാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് നമ്മളൊരു ഹിമ്മ, നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇത് തിരിച്ചെടുക്കണം, പിടിക്കണം, റിവിഷൻ ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അൽ അസീമ സാദിഖ വന്നിയ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് കാര്യം നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ അതിന്റെ നിയ്യത്ത് എത്രത്തോളം വലുതാവുന്നോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് സിമ്പിളാക്കി തരും. നമ്മൾ അത്രത്തോളം നിയ്യത്ത് ഉണ്ടായത് കൊണ്ടേയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിഫ്ള് പൂർത്തിയാക്കി തന്നെ. അത് ഓരോരുത്തരുടെ നിയ്യത്ത് അനുസരിച്ച്, നേരത്തെ പറഞ്ഞ പോലെ ഉപ്പാക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ടോ പഠിച്ച ആൾക്കാരാണെങ്കിൽ അതിന്റെ പ്രശ്നം ഇപ്പം നമ്മൾ അനുഭവിക്കും.
അങ്ങനെയല്ല പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. അങ്ങനെ ഒരിക്കലും പഠിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത്. അതല്ല വിഷയം. അപ്പോൾ റിവിഷൻ ചെയ്യാൻ എത്രത്തോളം നമ്മളെ നിയത്ത് ഉണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തീർച്ചയായിട്ടും എളുപ്പാക്കി തരും. അതിലൊരു സംശയമില്ല. തആഹദുൽ ഖുർആൻ ഫവല്ലദി നഫ്സി ബിയദിഹി ലഹുവ അശദ്ദു തഫല്ലുത. ആരെ ഇത് പറയുന്നത്? ഒരാൾ ഹാഫിള് സാധാ ഒരു മനുഷ്യൻ പറയുന്നതല്ല. നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തആഹദുൽ, എന്താ തആഹദു എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉസ്താദ്മാർ പറയുന്ന റാജിഉ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അഥവാ നിങ്ങൾ റിവിഷൻ ചെയ്യൂ എന്ന് മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. തആഹദു, നിരന്തരം ഓതിയിട്ടും അത് പാരായണം ചെയ്തിട്ടും ഓതിക്കൊടുത്തിട്ടും ഈ നിസ്കാരത്തിൽ ഓതിയിട്ടും ഖുർആനുമായൊരു ബന്ധം ഉണ്ടാക്കുക. അല്ലാതെ ആ ഖുർആന്റെ സമയത്ത് മാത്രമായിരിക്കരുത് നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം. നമ്മൾ ഉസ്താദ്മാർ വണ്ടി കയറിയാൽ അവർ ഇതിൽ പിന്നെ ഓണാക്കൽ ഖുർആന്, എല്ലാ ജീവിതത്തിൽ എല്ലാ മേഖലയും ഫ്രീ സമയം ഒന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓതിക്കൊടുക്കും. അത് മാത്രം ചെറിയൊരു ഖുർആന്, ഇപ്പോഴല്ലേ ഫോണിൽ ഖുർആൻ വന്നത്, ചെറിയൊരു ഖുർആൻ എപ്പോഴും ഒരു പോക്കറ്റിലുണ്ടാവും. എപ്പോൾ ഫ്രീ സമയം കിട്ടുന്നു അപ്പോൾ. അഥവാ ഓർക്ക് ഈ ഖുർആൻ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഖുർആന്റെ സമയത്ത് ഖുർആൻ, മറ്റേ സമയത്ത് തോന്നിയ പോലെ ജീവിക്കുക, ഇതൊരിക്കലും പീരീഡ് വെച്ച് കണ്ട് ചില ആൾക്കാരാണ്. ഇത് യോജിക്കൂല എന്നാണ് അനുഭവം കൊണ്ട് പറയുന്നതും. ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഈ രീതിയിൽ നമുക്കൊരു ആത്മബന്ധം ഉണ്ടാവുമ്പോഴാണ് നമ്മള് എന്താ ഒരു ആവേശത്തിന് പുറമെ നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ലേ. നമ്മളിപ്പോ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മള് ഒരു എന്ത് ചെയ്യും, ഒരു അലിഫ്ലാമിയും സയഖൂലു തിൽക്രൂസുലു, ഒരു ബക്കറ കഴിയും, തിൽക്രൂസുലുക്കാണ് കയറി പോയ ഒരു മഹ്സനാത്തിൽ ചിലപ്പോൾ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ അലിഫ്ലാമിയും. അത് നമുക്ക് ആ ഒരു അലിഫ്ലാമിയും നമുക്ക് അത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ മുറാജ എത്തണില്ല. അത് ഈ ഒരു പ്രശ്നം എന്താ, ഇതിൽ ആത്മബന്ധം ഇല്ലാത്തതിന്റെ പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സമസ്തത എന്ത് പറയാൻ പോയി ഷെയ്ഖ് ഉസാമ, മാഷി. ഇല്ലല്ല, ഞാനൊരു പിന്നെ അതിൽ എനിക്ക് തോന്നുന്ന ആത്മബന്ധത്തിന്റെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷെ അതുണ്ടെങ്കിലും ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ, അലിഫ് ലാം മീം അങ്ങനെ 2-3 ജുസ് നിസാ എത്തുമ്പോഴത്തിന് പിന്നെയും മടങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെയാണ് മടക്കുന്നത്. നമ്മളൊരു പിന്നെ വലിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട്, കുറേ ആയത്തുകളും കുറേ പേജുകളുള്ളതുകൊണ്ട്, നമ്മളെ തിരക്കുകളും കൂടുതലായതുകൊണ്ട് അതിന്റെ അസുഖം അതിന് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ശരിയായ ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ കുറവാണ്. ഒന്നെങ്കിൽ ശരിയായ സഹപാഠി ഇല്ല, ശരിയായ അധ്യാപകനില്ല, ശരിയായ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് തന്നെ അത് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഖുർആൻ നല്ല പക്കയായി കഴിഞ്ഞാൽ, ഒരു കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പറയാം ഒറ്റയ്ക്ക് മുറാജ് ചെയ്തു. പക്ഷെ അങ്ങനെ കരയിലേക്ക് എത്താത്ത അവസ്ഥ അപ്പോഴായിരിക്കും. കരയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും പിന്നെയും എന്താണെങ്കിൽ അതൊരു പിന്നെ നമുക്ക് ഖുർആനോടുള്ള ഒരു അടുപ്പത്തിന്റെ ഒക്കെ പ്രശ്നമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ രഹസ്യ ജീവിതത്തിലൊക്കെ വരുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പല പ്രയാസങ്ങളാണ്. പക്ഷെ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ പിന്നെ ശരിയായ ഒരു ഗൈഡൻസും ശരിയായ അധ്യാപകരും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ശരിയായി കൊടുക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ള ഒരു ഒറ്റ വരിയിൽ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുക. അതായത് അതിന്റെ ആശയം കൂടി ഉൾക്കൊണ്ടാല്, മറ്റേത് നമുക്ക് ആശയം മനസ്സിലാകുന്നില്ലെങ്കിൽ ശരിയാണ് പറഞ്ഞത്, വളരെ ശരിയാണ്. കാരണം ആശയം മനസ്സിലായില്ലെങ്കിൽ എന്താണ് ഓതുന്നത് നമുക്ക് അറിയില്ലല്ലോ. ശരിയാണ്, പഠിച്ചോണ്ട് കലാമാണ്, അതിന്റെ പ്രവർത്തനമൊക്കെ അറിയാം. പക്ഷെ ആശയം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമുക്ക് അതിന് ഊർജവും താല്പര്യവും ഉണ്ടാക്കാൻ കഴിയും. നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് ഒരു സംവിധാനം നമുക്ക് വേണമെന്നുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും മർമ്മം എന്താന്ന് വെച്ചാല്, സൂറത്തു നാസ് എത്തുമ്പോ നമ്മള് ഹിഫ്ള് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളിപ്പോ മുർസലാത്ത് എത്തുമ്പോ ആ ഒരു സമയത്ത് നമ്മൾ ഹിഫ്ള് കഴിഞ്ഞു. ഈ മുറാജ എപ്പോ കഴിയും എന്നുള്ള ഒരു സംശയം. മുറാജ കഴിയാനൊരു ഇതുണ്ടോ, അതിനൊരു ലിമിറ്റ് ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ടാർഗറ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അത് എത്തിപ്പിടിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു മുറാജാന്റെ ഒരു എൻഡ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? മുറാജയ്ക്ക് എന്തില്ല.
മുറാജ കഴിയാൻ നമുക്ക് തുടങ്ങുകയാണ്. അതെ അതെ ഒരു ശരിക്കും മരിച്ചാൽ മതിയാവും അല്ലെ? മരിച്ചാലും കഴിയും. മരിച്ചാൽ തആഹദുള്ള കഴിയും. മരിച്ചാലും കഴിയില്ലല്ലോ. ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് കയറി അതെ, അതെ, പോകുമ്പോഴും അതെ. നമുക്ക് തോന്നണല്ല. ഇൻഷാ അല്ലാ. ശരിക്ക് ജസാക്കല്ലാഹ്. പിന്നെ മുറാജ നമ്മളെ ഹിഫ്ദ് പഠിക്കുമ്പോ ഒരാൾ പറഞ്ഞ എനിക്ക് വളരെ സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. മുറാജ മുമ്പ് ഖത്മ ചെയ്ത മുമ്പ് സാധാരണ ആൾക്കാർ സന്തോഷിക്കല്ലേ ചെയ്യുക, ഇയാൾക്ക് സങ്കടം. എന്താ വെച്ചാല് ഖുർആൻ കഷ്ടപ്പെട്ട് പഠിച്ച് പലതവണ പാരായണം ചെയ്ത് തക്രാർ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പഠിച്ചെടുക്കുമ്പോൾ ഒരു ആഹ്ലാദം, ആനന്ദം ഉണ്ടല്ലോ. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് കാര്യം നമുക്ക് എക്സ്പീരിയൻസ് കഴിയില്ലല്ലോ. ഉം. ഇങ്ങനെ ഓതി പോകും കടലിൽ പോകുന്നത് ആ പോലെ. ഫ്രഷ്നസ് പോയില്ലേ? അതെ അതെ. പക്ഷെ അത് പുതുമ. അദ്ദേഹം പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പിന്നെ മുറാജ തുടങ്ങുകയാണ്. മുറാജ നമ്മൾ അതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് പോവാണ്. പിന്നെ മുറാജ ഒരു ജുസ് ഉള്ളത് 2 ജുസ് ആക്കണം, 3 ആക്കണം, 4 ആക്കണം, 5 ആക്കണം. നബി പറഞ്ഞ ആ ഒരാഴ്ചയിൽ ഖത്മ ചെയ്യാന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പ്രയത്നമാണ് പിന്നെ എന്ത് ചെയ്യുന്നത് നമ്മളവിടെ ആരംഭിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തില് അടുത്ത് ഷെയ്ഖുമായിട്ട് സംസാരിച്ചാലോ? ഷെയ്ഖ് പറയുന്നത് ഇപ്പൊ ചില വിദ്യാർത്ഥികൾ പറയുമ്പോൾ ചെറുതും വലുതൊക്കെ ഉണ്ട്. എന്താണ് ഇപ്പൊ ലീവല്ലേ, ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ പെരുന്നാളല്ലേ, അല്ലെങ്കിൽ എന്താണ് നോമ്പല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ഖ് പറയുന്നൊരു കാര്യം വെച്ചാല്, ആയിക്കോട്ടെ, നിസ്കാരത്തിന്റെ ഒരു മർത്തബയില് ഖുർആനിന്റെ ഒരു ഹാഫിള് മനസ്സിലാക്കണം. ഇപ്പൊ ഏത് രീതിയിൽ ഒരു അക്വേറിയത്തിൽ ഒരു മീൻ കിടക്കാണ്, നമുക്ക് വേഗം കാണാൻ പറ്റുന്ന സാധനമാണ്. കടലിൽ കുറെ മീനുണ്ട്, അക്വേറിയത്തിൽ മീൻ കിടക്കാൻ. അപ്പൊ അതിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് അതിന് എത്ര സർവൈവ് ചെയ്യാൻ പറ്റും എന്നതിനേക്കാൾ പ്രയാസമാണ് ശരിക്കും ഒരു ഹാഫിദിന് ഖുർആൻ മുറാജ ഇല്ലാത്തൊരു ദിവസം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാളിനെ വിചാരിച്ച് നമ്മൾ നിസ്കരിക്കാതിരിക്കില്ലല്ലോ, പെരുന്നാളിനെ വിചാരിച്ച് അല്ലെങ്കിൽ നോമ്പിനെ വിചാരിച്ച് നിസ്കരിക്കാതിരിക്കുമല്ലോ. പക്ഷെ ശരിക്കും ഒരു ഹാഫിദിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ മർത്തബയിൽ ആ ഒരു ഗൗരവത്തിൽ കാണണം. അപ്പൊ ഏത് രീതിയിലാണോ അവനെ എന്തവസ്ഥയിൽ അഥവാ അവന്റെ ബോധം ഉണ്ടോ എങ്കിലും നിസ്കരിക്കൽ ഫർദാണ് എന്ന മാതിരി നമ്മൾ ആ ഒരു മർത്തബയിൽ ആ ഒരു ദർജയിൽ ഖുർആൻ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് അള്ളാഹു ആലം മനസ്സിലാക്കുമ്പോൾ. ലീവ് എന്ന് പറയുന്ന സാധനം ഇതിനില്ല, മറിച്ചത് ഒരു ഷറഫാണ്. ഇതൊക്കെ കേൾക്കുമ്പോ പലരും വിചാരിക്കും ഇപ്പൊ ഹാഫ് കഴിഞ്ഞിപ്പം മരണം വരെ ഓതണല്ലോ. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. തെറ്റി ഖുർആൻ ഓതുമ്പോ 2 പ്രതിഫലം, അതല്ലാതെ ഓതുമ്പോ 1 പ്രതിഫലം. അപ്പൊ തെറ്റി പാരായണം ചെയ്യണതല്ല നല്ലത്. പക്ഷെ മറ്റൊരു വശമുണ്ട്. നല്ല രീതിയിൽ ഓതുന്ന ഒരു മലക്കുകൾ ഒപ്പാണ് എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യണില്ല, പല ആൾക്കാർക്കും അറിയില്ല. അല്ലാതെ ഈ തെറ്റി പാരായണം ചെയ്യുമ്പോൾ മാത്രം നല്ലത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്ക്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഹാഫിളാണ്. ഇപ്പൊ ഹാഫിളായി ഇനിയിപ്പോ മരണം വരെ ഇത് ഓതണല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പൊ അതിന്റെ അപ്പുറം ഇതിന്റെ ഒരു പ്രതിഫലം, പരലോകത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ നിഅമത്താണ് ഈ ഹാഫിളാവാൻ പറ്റിയതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തതിന്റെ പിന്നെ ഇതില് തെറ്റി ഓതിയാല് എല്ലാ ദിവസവും തെറ്റി ഓതിയാൽ തെറ്റും ഇല്ലാതാവും. അപ്പൊ ഓതാത്തോണ്ടാണ് തെറ്റ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇതില് പിന്നെ ഒരു അസറുണ്ട്, വളരെ പിന്നെ ഗൗരവമേറിയ ഒരു അസറാണ്. അതിന് അൽ ഖുർആനു ഹബ്ലുല്ലാഹ് തറഫുഹു ബിയദില്ലാഹി വതറഫുഹു ബിയദീകും. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളൊരു കയറാണ്. അതിന്റെ അറ്റം അള്ളാഹുവിന്റെ അടുക്കലും മറ്റേ അറ്റം നമ്മുടെ അടുക്കലും. ശരിക്കും അള്ളാഹുവിന്റെ സിഫത്താണല്ലോ, സംസാരമാണല്ലോ കലാം, അള്ളാഹുവിന്റെ ഖുർആൻ. അത് ഓതുക എന്നുള്ളത് നമ്മൾക്ക് ഒരു ആഹ്ലാദം ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിന് വളരെ വിശാലത നൽകുന്ന, മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണല്ലോ അത്. ശരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും എത്തിപ്പെടാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ശരിക്കും നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ചികിത്സ. നമ്മളിപ്പോ ഇതിന്റെ ഒക്കെ ഈ ഒരു പാനൽ ഡിസ്കഷൻ നമ്മൾ ഇത്രയും ചർച്ച ചെയ്തപ്പോ എല്ലാവരും ഒരു പോയിന്റിലേക്കാണ് എത്തുന്നത്. അതായത് ഒരു സിസ്റ്റം, ഒരു സംവിധാനം നമുക്ക് വേണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആത്യന്തികമായി നമുക്കുള്ള ഒരു പരിഹാരം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക? നിലവിൽ നമ്മളിപ്പോ നാട്ടിൽ നോക്കുമ്പോൾ ഹിഫ്ള് കോളേജുകൾ ഒരുപാടുണ്ട്. ഹാഫിള് ആയാൽ അടുത്ത ദിവസം സനത് കൊടുത്തു വരെ പറഞ്ഞേക്കും. അങ്ങനെ ഒരുപാട് ഹിഫ്ള് കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഹാഫിളായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പള്ളിയിൽ ഇമാമ് പോലും നമുക്ക് നമ്മൾ കേൾക്കാനുള്ള സൗകര്യം നമുക്ക് അവിടെ ഉണ്ടാവില്ല. അതല്ലാതെ ഒരു സംവിധാനം നമുക്ക് പ്രത്യക്ഷത്തിൽ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് എന്താണ്, നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ മുറാജ ചെയ്യാം, അതിനെന്താണ് പരിഹാരം എന്നുള്ളത് ഉസ്താദ് സക്കരിയ മദീനൊന്ന്
പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് സ്വന്തം മുറാജ എന്നുള്ളത് വഞ്ചനയാണ്. ഞാൻ നേരത്തെ എന്റെ സംസാരത്തിൽ പറഞ്ഞല്ലോ, അത് കളവാണ് ശരിക്കും പറഞ്ഞാൽ. ചെറുപ്പത്തിലാണിത് കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അള്ളാഹു മുസ്തആൻ, ഞാൻ 10 മിനിറ്റ് ഓതിയിട്ട് ഉമ്മാണ്ട് പറയായിരുന്നു 3 ജുസ് ഓതിന് ചെറുപ്പത്തിൽ പറയാം, അള്ളാഹു മുസ്തആൻ, അള്ളാഹ് പുറത്തേരട്ടെ എന്ന് വെച്ചാല്. അപ്പൊ ആ ഒരു ഗൗരവം അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നതനുസരിച്ചുകൊണ്ട് നമ്മൾ സ്വയം ഓതുക. നേരത്തെ ഉസാമദീനി പറഞ്ഞല്ലോ, നമ്മളൊരു കരക്കെത്തിയിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ നമ്മള് സ്വയം മുറാജ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കംഫർട്ട് സോണിൽ ഇരുത്താണ്. നമുക്കറിയാം, കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് അവരെ വ്യക്തി ഒന്നും നേടിയെടുത്തിട്ടില്ല, പരാജയം അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ലോക്ക് ചെയ്യണം. നമ്മളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലേക്ക് നമ്മളെ കൊണ്ട് മനഃപൂർവ്വം ലോക്ക് ചെയ്യണം. അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രയാസമായിരിക്കും. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 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 സംവിധാനത്തിലേക്ക് നമ്മൾ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദ്യം ഉണ്ടാവും. എന്തേ കേൾപ്പിക്കാത്തത്, എന്ത് റിപ്പോർട്ട് തരാത്തത്, എന്താ ഓതാത്തത്, അങ്ങോട്ടും ഇങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവും, പരസ്പരം സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് ഒരു താല്പര്യവും ഗൗരവവും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും സെൽഫ് മുറാജ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കരയെത്തുന്നത് വരെ അതൊരു വഞ്ചന തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ലോക്ക് ചെയ്യണം, എന്തെങ്കിലും സംവിധാനത്തിലേക്ക് നമ്മൾ കൊളുത്തിയിടണം. അപ്പൊ ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മുറാജ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇതിപ്പോ പല രീതിയിൽ നമ്മളിപ്പോ ഒരു സുഹൃത്ത് ഉണ്ടാവും, ഹാഫിദായ സുഹൃത്ത്. അങ്ങനെ അവരുമായി നമ്മൾ തീരുമാനിച്ച് നമുക്ക് ഇന്ന് ഒരുമിച്ച് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അപ്പൊ രണ്ടാളും ഒക്കെ ഇവര് തമ്മിൽ എന്താണ് അത്രയും ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ അവര് അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവര് ഈ ഒരു സിസ്റ്റത്തിന് പ്രാധാന്യം കിട്ടാത്തൊരു അവസ്ഥ വരും. അങ്ങനത്തെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ, അതിന്റെ ഒരു നമുക്ക് ഏത് രീതിയിൽ നമുക്ക് പെയറിനെ സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ കളവിന് കൂട്ടു നിൽക്കാത്ത ഒരാളായിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ശരിക്കും എന്താ പ്രശ്നം വെച്ചാല്, നമ്മളിപ്പോ എന്തുകൊണ്ടാണ് നമ്മള് ആദ്യം എനിക്കിന്ന് തിരക്കാണെന്ന് പറയുമ്പോൾ അത് സ്വയം ഞാൻ തിരക്കാന്ന് പറയുകയും അല്ലെങ്കിൽ ഓന് തിരക്കാന്ന് ഉൾക്കൊള്ളുകയും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ശരി മെഷീക്ക് എന്നായിക്കോട്ടെ ഇൻഷാല്ലാ എന്നാ ഈ പിരിയാനുള്ള കാരണം എന്താണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് ആണ് വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ എന്തെങ്കിലും ഒരു വിഷയം, അതിനെ നമ്മൾ എന്താക്കൂല, ഇപ്പോ എന്താ പറയാ, നമ്മുടെ ജോലിയുടെ വിഷയത്തിൽ ഇപ്പം കുറച്ച് കാറ്റുണ്ട് വിചാരിച്ച്, അല്ലെങ്കിൽ നമുക്ക് മഴയുണ്ട് വിചാരിച്ച്, വെയിലുണ്ട് വിചാരിച്ച് നമ്മൾ എന്താക്കൂല, നമ്മൾ നമ്മുടെ ജോലിക്ക് പോകണ്ടിരിക്കില്ല. നമ്മൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്താണ്, സാലറി കട്ടാവും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ദുനിയാവിലെ ജീവിതം മുന്നോട്ടേക്ക് നീക്കാനുള്ള പ്രയാസങ്ങളൊക്കെ അതിലൂടെ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ യഥാർത്ഥത്തിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭദ്രത തരുന്നത്, അല്ലാഹു നമുക്ക് ധന്യത തരുന്നത് ഈ ഖുർആനിലൂടെയാണെന്ന് മനസ്സിലാക്കി ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ വലിയ ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെയറിനെ കൂടി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. പൊതുവെ പെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, എന്റെ കഴിവുകൾ സ്വീകരിക്കുന്ന, അങ്ങനെയല്ല. ഒരു പ്രോപ്പർ എന്താ പറയാ, പ്രത്യേകം പറയട്ടെ, അങ്ങനെയുള്ള ഒരു പെയർ ശരിക്കും നിങ്ങൾ മുറാജ ഓനോട് ചെയ്യുന്നതിനേക്കാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ എന്തായാലും മറ്റേ ടീമാണ് ഇത്, ആവേശ കമ്മിറ്റിയാണ്. കുറച്ച് ഇപ്പൊ എന്താണ് മുഹ്സനാത്തിൽ നിൽക്കും, അല്ലെങ്കിൽ 34 ഹാമീമിൽ ഇത് എന്തായാലും നിൽക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അഅലം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇതാക്കിയപ്പോ ചർച്ച ചെയ്തപ്പോ നമുക്ക് എന്താണ് ഇതിലൊരു സംവിധാനങ്ങൾ ഉള്ളത്? തഫ്സീന് ഇതിപ്പോ ഈ ഒരു വിഷയത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിലവിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നമ്മൾ ഹദീസ് കേട്ടല്ലോ, തആഹദു അൽ ഖുർആൻ, ഖുർആനിനെ നമ്മൾ മുആഹദ ചെയ്യണം. അപ്പോ അത് നിരന്തരം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം, അതിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ നമ്മൾ മാറണം. നമ്മൾ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അത് തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും അത് സിസ്റ്റത്തിലേക്ക് നമ്മളെ ഘടിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആരും ആരെയും പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്യാൻ നിൽക്കൂല, അങ്ങനെ പറ്റൂല. മാതാപിതാക്കൾക്ക് മക്കളെ ആണെങ്കിൽ തന്നെ ഒരു പരിധിയുണ്ട്.
ശരിക്കും നമ്മൾ തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തിരുന്നാലും ശരി, അപ്പൊ അങ്ങനെ നമ്മൾ വരുന്നിടത്ത് നല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുറാജഅ കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെയധികം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ നമ്മുടെ സഹപ്രവർത്തകൻ യാസീൻ മദീനി, അദ്ദേഹം ഷെയ്ഖ് സുലൈമാൻ റഹീലിയുടെ ശിഷ്യൻ കൂടിയാണ്. അപ്പം ഷെയ്ഖ് യാസീൻ മദീനിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഒരു ടീം ഏകദേശം ഒരു 6 മാസത്തിന് മേലെ വ്യത്യസ്ത സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ച് പല ഷെയ്ഖുമാരുമായിട്ടുള്ള ഷൂറകൾ നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് തഹ്സീൻ ഖുർആൻ അക്കാദമിയുടെ കീഴിൽ നടക്കുന്ന തആഹുദ് എന്നിട്ടുള്ള ഒരു ബർനാമിജ്. തആഹുദു അൽ ഖുർആൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നിന്ന് തന്നെ എടുത്ത ഒരു പദമാണിത്. അപ്പൊ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരിക്കണം ഈ പ്രോഗ്രാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം തആഹുദ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് മുറാജഅക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നടന്നു വരുന്നത്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു സിസ്റ്റത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ലളിതമാണ്, എന്നാൽ ഗൗരവമേറിയതാണ്. ലളിതമാണ്, ലാഘവത്തോടുകൂടി നടന്നോളി എന്നുള്ളതല്ല പറഞ്ഞത്, മറിച്ച് ലളിതമാണ്. അതുകൊണ്ട് എന്താക്കണം, നമ്മൾ ഗൗരവത്തിൽ അതിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോയി കഴിയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് പെയർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ സമയത്ത് അതിനെ ഇവിടെ വിശദീകരിക്കപ്പെടും. ബറക്കല്ലാഹു ഫീക്കും. എനിക്ക് ഇവിടെ വന്ന 2 ചോദ്യങ്ങളുണ്ട്. ഉസ്താദിന്റെ സാന്നിധ്യം, ഉസ്താദിന്റെ അല്ലെങ്കിൽ സഹപാഠിയുടെ സാന്നിധ്യം അനിവാര്യമാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവിധാനം നമുക്ക് വേണം. നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് മുറാജഅ എന്നുള്ളത് നമ്മളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നതുവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ബറക്കല്ലാഹു ഫീക്കും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ ഈ ഖുർആൻ ഹാഫിളീങ്ങളോടല്ല, ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഉണ്ടാവും. എനിക്ക് അവരോട് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ബറക്കല്ലാഹു ഫീക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കരുണ കാണിക്കണം, അവരോട് റഹ്മത്ത് കാണിക്കണം. അവരെത്ര പഠിച്ചു, എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കുറെ പ്രയാസപ്പെടുത്തുന്നതിനല്ല, പഠിച്ചത് എത്രയാണോ അത് എത്ര കുറവ് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനെ നല്ല വക്ത് ചെയ്ത് ഇത്ഖാൻ ചെയ്ത് അതിനെ നല്ല ഇരുത്തം വരുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വിഷയത്തിൽ നമ്മളിത് അവരോട് ആ ഒരു നിലയിൽ ഇടപെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറെ പഠിച്ചിട്ട് വേഗം മറന്നു പോവുക എന്നുള്ളതിനേക്കാൾ നല്ലത് കുറച്ച് പഠിച്ചിട്ട് ഓർമ്മയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ സരീഉൽ ഹിഫ്ള് സരീഉൻ നിസ്യാൻ, വേഗത്തിൽ പഠിക്കുന്ന വേഗത്തിൽ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്നവർ, അത് ചെറിയവരാവട്ടെ മുതിർന്നവരാവട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുറാജഅ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ എങ്ങനെയാണ് നമ്മൾ മുറാജഅ ചെയ്യാന്ന് പറയട്ടെ. നമ്മൾ മുറാജഅ ചെയ്യലാവട്ടെ അല്ലെങ്കിൽ പുതിയ പാഠം പഠിക്കലാവട്ടെ, നമ്മൾ ശരാശരി ഇപ്പൊ സുബ്ഹാനല്ലാഹ്, ഇപ്പം സഹൽ മദീനി, അതുപോലെ തന്നെ ഉസാമ മദീനി, അമീൻ മദീനി, മാഷാഅല്ലാഹ്, നമ്മൾ പല സ്ഥാപനങ്ങളെ യാത്ര ചെയ്യുന്നുണ്ട്, പല സിസ്റ്റം പഠിക്കൽ, പല ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടും അതുപോലെ പല രാജ്യങ്ങളിലേക്കും കൂടി യാത്ര ചെയ്യുന്നുണ്ട് ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുണ്ട്. അപ്പം സുബ്ഹാനല്ലാഹ്, നമ്മൾ കണ്ടിരുന്ന ഒരു ശൈലി എന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി ഖുർആൻ പഠിക്കുന്നവര് ഇതിൽ കണ്ടിരുന്ന ശൈലി വെച്ചാൽ, ഇപ്പം മുസ്ഹഫ് എടുത്തതിന് ശേഷം നമ്മൾ എന്താക്കും, ആദ്യത്തെ പ്രാവശ്യം ഓതും, പിന്നെന്താക്കും, ഒന്നും കൂടി ഓതും. പിന്നെന്താ ചെയ്യാ വെച്ചാല്, ഈ ഫാന് 1 മിനിറ്റിൽ എത്ര തവണ കറങ്ങുന്നുണ്ട് എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രധാന ചിന്ത. അല്ലെങ്കിൽ അവിടെ എത്ര ഉറുമ്പ് നടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ എത്ര തുള്ളിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പഠിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് മുറാജഅ ചെയ്യുന്നവരാണെങ്കിലും പുതുതായിട്ട് ഹിഫ്ള് പഠിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാം. നമ്മൾ മുസ്ഹഫിലേക്ക് നോക്കി ഓരോ അക്ഷരങ്ങളിലൂടെയും ഓരോ ഹറക്കത്തുകളിലൂടെയും അതിന്റെ ഓരോ നൂലിഴകളിലൂടെയും സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുക, ധാരാളമായിട്ട് ഖുർആനിലേക്ക് നോക്കി പാരായണം ചെയ്യുക. അപ്പൊ ചുരുങ്ങിയത്, ഞാൻ അടുത്തൊരു ഷെയ്ഖ് സംസാരിച്ചപ്പോൾ ചുരുങ്ങിയതൊരു 20-21 പ്രാവശ്യമെങ്കിലും നിങ്ങൾ നോക്കി ഓതിയെന്നാണ്. അത് ഓതിയതിനു ശേഷം നമ്മൾ എന്താക്കുക, പിന്നെ അത് മനഃപ്പാഠത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ കണ്ണുകളിൽ ഇതിങ്ങനെ പതിയും. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ തന്നെ ഓതുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിലൂടെ ഇതിങ്ങനെ വിട്ടു കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ധാരാളമായി, വളരെ അധികമായി കണ്ടുവന്ന പ്രവണത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ എന്താക്കുക, നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, ഉച്ചത്തിൽ ഓതി ക്ഷീണിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബറക്കല്ലാഹു ഫീക്കും.